സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പാറക്കല്ലുകൾ വീണ് 2 ഫീഡറുകൾ തകർന്നുപോയി. കല്ലാർകുട്ടി, പാമ്പള, നെടുങ്കണ്ടം, കല്ലാർ എന്നീ ഡാമുകൾ തുറന്നു. റാന്നി വലിയ പാലത്തിന് സമീപം ഉപാസനക്കടവിൽ നിന്നും റോഡിലേക്ക് വെള്ളം കയറി. കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിൽ മരം കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. വയനാട് പുൽപ്പള്ളിയിൽ 50 അടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞ് താഴുകയാണ്. ആലുവ ശിവക്ഷേത്രത്തിൽ നിന്നും ശ്രീകാന്തും, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും, കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടവും, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി ശ്രീകുമാരനും ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ആലുവ ശിവക്ഷേത്രം എപ്പോഴും അവിടെ കാലവർഷം ഉണ്ടാക്കുമ്പോഴും നല്ല മഴ പെയ്ത്തുണ്ടാകുമ്പോഴും ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങ പതിവാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ശ്രീകാന്ത്, എങ്ങനെയുണ്ട് അവിടെ ആലുവയിലെ വെള്ളം? ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയോ? എന്താണ് അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. അതേ പെരിയാറിൽ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വെള്ളത്തിന്റെ അളവ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഇത് നേരത്തെ പെരിയാർ നദി നേരത്തെ ഇത്രയധികം വെള്ളം ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നില്ല. പക്ഷെ വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ മഴ പെയ്തിരുന്നു. അതിൻ്റെതാണ് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഉയരുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രദക്ഷിണ വഴിയാണ് ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയാണ് ഈ മുങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ക്ഷേത്രം ഒരു മഴ പെയ്താൽ ഈ രീതിയിലല്ല വെള്ളം പൊങ്ങുന്നത്. പക്ഷേ സാമാന്യം തെറ്റില്ലാത്ത വിധം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറാട്ട് നടന്നിട്ടുണ്ട്. വെള്ളം ക്ഷേത്രത്തിനകത്ത്, ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലേക്ക് കയറി ആറാട്ട് നടന്നിട്ടുണ്ട്. പ്രദക്ഷിണ വഴി ആകെ മുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മേലെ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ നിന്നുള്ള ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കാൻ പോകുന്നത്. അവിടെ ഇവിടുത്തെ പൂജാരിമാർ എത്തി ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയ ദൃശ്യങ്ങളും കാണാം. പ്രദക്ഷിണ വഴിയാണ് ഈ കാണുന്നത്. ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. നേരത്തെ SKN പറഞ്ഞതുപോലെ ഒരു ചെറിയ മഴ പെയ്താൽ, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മഴ പെയ്താൽ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുക സ്വാഭാവികമാണ്. കാരണം മണപ്പുറത്താണ് ക്ഷേത്രം ഇരിക്കുന്നത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ കർക്കിടക വാവടക്കമുള്ള ചടങ്ങുകൾ വരാൻ പോകുന്നു. ആ ഒരു സ്ഥിതിക്ക് ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങാതെ നിൽക്കുന്നത് ഈ ഭക്തജനങ്ങൾക്ക് ചെറിയ അലോസരമുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഒരു കാര്യം, ഈ പ്രദേശത്ത് നിന്ന് തന്നെ വലിയ തോതിൽ മഴ പെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ വൃഷ്ടിപ്രദേശങ്ങളിൽ, വനമേഖലകളിൽ അതിശക്തമായ മഴയാണ് പെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെതാണ് ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്ന് വരുന്നത്, ഈ ക്ഷേത്രം മുങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും. ഇപ്പോഴും ജലനിരപ്പ് ഉയരുക തന്നെയാണ്. നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ ഈ പടിക്കെട്ടൊക്കെ കടന്ന് ഉള്ളിലേക്ക്, ഇവിടെ ഒരു പാലമുണ്ട്, നടപ്പാലമുണ്ടായിരുന്നു, അവിടെ പടിക്കെട്ടൊക്കെ കടന്ന് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ജലനിരപ്പ്. ഇപ്പോഴും മണപ്പുറം ഏറെക്കുറെ പൂർണ്ണമായും മുങ്ങി എന്ന് തന്നെ പറയാം. ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം നിഖിലെ. ഈ കാണുന്ന ഇതാണ് ആലുവ മണപ്പുറം പൂർണ്ണമായും മുങ്ങി എന്ന് തന്നെ പറയാം. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതാണ്. അത് വീണ്ടും ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്നു. എന്തായാലും മഴയുടെ ശക്തി മഴ എത്രത്തോളം ശക്തമാണ് ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് SKN ഈ പെരിയാറിൽ ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രം മുങ്ങുന്നത് തന്നെ ഈ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴയുടെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ഉയരാൻ തന്നെയാണ്, ഇനിയും ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത. ഈ പടിക്കെട്ടിലങ്ങ് തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇത്രയധികം കയറിയിരുന്നില്ല, പക്ഷെ അത് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയരാൻ തന്നെയാണ് സാധ്യത. SKN.